വാർത്തകൾ വിശദമായി. മോദിയുടെ സൊമാലിയൻ പരാമർശത്തിന് സമാനമായി കേരളത്തെ പരിഹസിച്ച രാഹുൽ ഗാന്ധി. ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാം സ്ഥാനത്തുള്ള കേരളത്തിൽ ആശുപത്രികളും സ്കൂളുകളും എവിടെയെന്ന് രാഹുലിന്റെ ചോദ്യം. ആർദ്രം പദ്ധതിയുടെ കീഴിൽ കേരളത്തിൽ അന്തർദേശീയ നിലവാരത്തിലുള്ള ആശുപത്രികൾ ഉള്ളപ്പോഴാണ് രാഹുലിന്റെ പരിഹാസ പ്രസംഗം. കൊച്ചി മറൈൻ ഡ്രൈവിൽ കോൺഗ്രസ് ബൂത്ത് ഭാരവാഹികളെ പങ്കെടുപ്പിച്ച് സംഘടിപ്പിച്ച നേതൃസംഗമത്തിലായിരുന്നു രാഹുൽ ഗാന്ധി കേരളത്തെ അധിക്ഷേപിച്ചത്. വിദ്യാഭ്യാസ രംഗത്തെ കേന്ദ്രാവിഷ്കൃത പദ്ധതി നടത്തിപ്പിൽ കേരളം ഒന്നാമതെത്തിയിരുന്നു. കൂടാതെ നീതി ആയോഗിന്റെ പഠനത്തിൽ കേരളം ആരോഗ്യരംഗത്തും ഒന്നാം സ്ഥാനത്താണ്. വസ്തുത ഇതായിരിക്കെയാണ് കോൺഗ്രസ് അധ്യക്ഷൻ കേരളത്തെ പരിഹസിച്ചത്. ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ വിമർശനം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിമർശിച്ച് സംസാരിച്ച രാഹുൽ ശബരിമല വിഷയത്തിൽ വ്യക്തമായ നിലപാട് പ്രഖ്യാപിച്ചില്ല. അധികാരത്തിലെത്തിയാൽ വനിതാ സംവരണ ബിൽ പാസാക്കുമെന്നതടക്കമുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ച രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥി പട്ടികയിൽ ചെറുപ്പക്കാർക്കും വനിതകൾക്കും പ്രാധാന്യം നൽകുമെന്നും വ്യക്തമാക്കി. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്ന പരിപാടിയിൽ കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മൂന്നാം സീറ്റ് വിഷയത്തിൽ ലീഗ് തീരുമാനമെടുത്തിട്ടില്ലെന്ന് KPA മജീദ്. മൂന്നാം സീറ്റ് എപ്പോൾ ചോദിക്കണം എന്ന് ലീഗിനറിയാം. സീറ്റ് സംബന്ധമായ തീരുമാനം UDF-മായുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് മുമ്പെടുക്കുമെന്നും രാഹുൽ ഗാന്ധിയുടെ സന്ദർശന ശേഷം അന്തിമ തീരുമാനമുണ്ടാകുമെന്നും KPA മജീദ് കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല, ചോദിക്കാമെന്ന് തീരുമാനിച്ചില്ല. പക്ഷേ ഞങ്ങൾ തീരുമാനമെടുക്കും. വല്ല വൈകാതെ UDF-ന്റെ ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്ക് മുമ്പായി നമ്മൾ ചെയ്യണോ എന്നതിനെ സംബന്ധിച്ച് പാർട്ടി വൈകാതെ തീരുമാനം. ഞങ്ങൾക്കറിയാം എപ്പോഴാണ് ചോദിക്കേണ്ടത്, എപ്പോഴാണ് ചോദിച്ചാൽ നടപ്പിലാകുക എന്ന് നമുക്കറിയാം. ആ സമയത്താണ് UDF ഇപ്പൊ ഇന്ന് രാഹുൽ ഗാന്ധി പോയി കഴിഞ്ഞ ശേഷം സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടി ആ ചർച്ചയിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കുന്നത്. ആ വരുന്ന മുറക്ക് ഏത് സമയമുണ്ടല്ലോ, അതിന്റെ അടുത്ത തീരുമാനം. കോട്ടയം സീറ്റിന് പുറമെ മറ്റൊരു സീറ്റ് വേണമെന്ന് KM മാണി. ഇടുക്കിക്കാണ് പരിഗണന. ജയിക്കുന്ന സീറ്റാണ് വേണ്ടതെന്നും ചാലക്കുടി, തൃശൂർ സീറ്റ് ലഭിച്ചാൽ സ്വീകരിക്കുമെന്നും കോട്ടയം വിട്ടുകൊടുക്കില്ല എന്നും മാണി കോട്ടയത്ത് പറഞ്ഞു. രാജ്യത്ത് നടന്ന 31,000 കോടി രൂപയുടെ ബാങ്ക് തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തുവിട്ട് കോബ്ര പോസ്റ്റ്. വായ്പ ലഭിച്ച കടലാസ് കമ്പനികൾ BJPക്ക് സംഭാവനയായി നൽകിയത് 19.5 കോടിയെന്നും ആരോപണം. അതേസമയം തിരിച്ചടവ് മുടങ്ങിയ ജെറ്റ് എയർവേസിന്റെ വായ്പാ തുക ഷെയറാക്കി മാറ്റാൻ SBI തീരുമാനിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഈ അനധികൃത നീക്കം. പൊതുതെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണ വിഷയം സജീവമാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം. തർക്കഭൂമി ഒഴിച്ചുള്ള 67 ഏക്കർ ഭൂമി ഉടമസ്ഥർക്ക് വിട്ടു നൽകണം എന്നാവശ്യപ്പെട്ട് കേന്ദ്രം സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചു. രാമക്ഷേത്രം നിർമ്മിക്കണമെന്നാവശ്യപ്പെടുന്ന സംഘപരിവാർ സംഘടനകളെ പ്രീതിപ്പെടുത്താനുള്ള ശ്രമമാണ് കേന്ദ്രത്തിന്റേതെന്നും 2019 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കേന്ദ്രം ഹർജി ഫയൽ ചെയ്തതെന്നും CPM പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ പറഞ്ഞു. പത്മനാഭസ്വാമി ക്ഷേത്രം സ്വകാര്യ ക്ഷേത്രമാണെന്ന മുൻ നിലപാട് രാജകുടുംബം മാറ്റി. ക്ഷേത്രം പൊതുക്ഷേത്രമാണെന്ന് തിരുവിതാംകൂർ രാജകുടുംബം സുപ്രീം കോടതിയെ അറിയിച്ചു. സ്വകാര്യ ക്ഷേത്രമാണെന്നായിരുന്നു ഹൈക്കോടതിയിൽ രാജകുടുംബം എടുത്ത നിലപാട്. പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതിയിൽ നാളെയും വാദം തുടരും. പിറവം പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതിൽ നിന്നും ഹൈക്കോടതിയുടെ 4ാമത്തെ ബെഞ്ചും പിന്മാറി. ജസ്റ്റിസ് ഹരിലാലും ജസ്റ്റിസ് ആനി ജോണും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് പിന്മാറിയത്. പ്രത്യേകിച്ച് കാരണമൊന്നും പറയാതെയാണ് പിന്മാറ്റം. പിറവം പള്ളിത്തർക്ക കേസിൽ തങ്ങൾക്ക് അനുകൂലമായ സുപ്രീം കോടതി വിധി നടപ്പാക്കണം എന്നാവശ്യപ്പെട്ട് ഓർത്തഡോക്സ് വിഭാഗം നൽകിയ ഹർജിയാണ് കേൾക്കാൻ ജഡ്ജിമാരില്ലാതെ നീളുന്നത്. സോഷ്യലിസ്റ്റ് നേതാവും മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രിയുമായിരുന്ന ജോർജ് ഫെർണാണ്ടസ് അന്തരിച്ചു. ദില്ലിയിൽ വെച്ചായിരുന്നു അന്ത്യം. 88 വയസ്സായിരുന്നു. H1N1 ബാധിച്ച ചികിത്സയിലായിരുന്നു അദ്ദേഹം. അൾഷിമേഴ്സും പാർക്കിൻസൺസും ബാധിച്ച് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെയാണ് മരണവാർത്ത കുടുംബം സ്ഥിരീകരിച്ചത്. വാജ്പേയി സർക്കാരിലെ പ്രതിരോധ മന്ത്രിയായിരുന്നു ജോർജ് മാത്യു ഫെർണാണ്ടസ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാലകശക്തിയായിരുന്നു ജോർജ് ഫെർണാണ്ടസ് എന്ന MP വീരേന്ദ്രകുമാർ അനുസ്മരിച്ചു. രാജ്യം അദ്ദേഹത്തെ എന്നും ഓർക്കും. ഒന്നിനെയും ഭയപ്പെടാത്ത ധീരനായ സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു അദ്ദേഹമെന്നും വീരേന്ദ്രകുമാർ പറഞ്ഞു. ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.